ഇന്ന് എഴുന്നേറ്റപ്പോൾ ലേറ്റായി. എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മാഗി നൂഡിൽസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സവാളയും പച്ചമുളകൊക്കെ വഴറ്റി അതിലേക്ക് മുട്ടയും ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അതിലേക്ക് വേവിച്ച് വെച്ച നൂഡിൽസും ചേർക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. എനിക്ക് ചീര നന്നാക്കാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ട് ആ ജോലി അങ്ങ് കെട്ടിയവനെ ഏൽപ്പിച്ചു. മോസു ആണെങ്കിൽ ചീരയുടെ തണ്ടെല്ലാം ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചു. ഞാൻ പിന്നെ അതെടുത്ത് സെപ്പറേറ്റ് അരിഞ്ഞ് സവാളയുടെ ഒപ്പം ചേർത്ത് വഴറ്റുന്നു. തേങ്ങയ്ക്കൊക്കെ നല്ല വിലയായതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. ഇവിടെ ഇപ്പോൾ ഒരു തേങ്ങയ്ക്ക് 75 രൂപയോളം കൊടുക്കണം. പുട്ടിന് വരെ ഇപ്പോൾ പിശുക്കി തേങ്ങ ഇച്ചിരി മാത്രമാണ് ചേർക്കണത്. ഇനി ഒരു രസം കൂടി ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ശ്രദ്ധിച്ചത്. ഈ പ്രാവശ്യം മേടിച്ച രസം പൗഡർ മാറിപ്പോയി. ഇത് ചുമ്മാ ചൂടുവെള്ളത്തിൽ കലക്കി ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻറ്റ് രസം മിക്സ് ആയിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി എൻ്റെ രീതിയിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി. കുറേ ആൾക്കാർക്ക് രസം തിളക്കണത് ഇഷ്ടമല്ല. പക്ഷേ എനിക്കങ്ങനെ തിളപ്പിച്ചാൽ കഴിക്കാനൊരു സുഖം തോന്നുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ഞങ്ങളിവിടെ നമ്മുടെ നാട്ടിലെ അരിയല്ല വെക്കുന്നത്. സോന മസൂരി അല്ലെങ്കിൽ എവറിഡേ ബാസ്മതി റൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും ഇവിടെ എപ്പോഴും ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ ബാംഗ്ലൂർ വന്നപ്പോൾ ഈ ചോറ് കഴിക്കുമ്പോൾ കരച്ചിൽ വരുമായിരുന്നു. ഇപ്പോൾ എനിക്കിതാണ് ഇഷ്ടം. കുറച്ച് ബ്രെഡ് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് അങ്ങോട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാമെന്ന് കരുതി. വൈകുന്നേരമായപ്പോൾ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ ഒരു പാർക്കുണ്ട്. അവിടെ മോളെ കളിക്കാൻ കൊണ്ടുപോയി.
തിരിച്ചു വന്നപ്പോഴേക്കും ബ്രെഡ് ക്രംസിൻ്റെയൊക്കെ ചൂടാറി. അപ്പോൾ പിന്നെ അതൊരു പാത്രത്തിലേക്ക് അടച്ചു വെക്കാമെന്ന് കരുതി. രാത്രിയായപ്പോൾ മോമോസ് കഴിക്കാനൊരു കൊതി. ഒട്ടും വെച്ച് താമസിച്ചില്ല, അപ്പം തന്നെ ഇറങ്ങി. ഇവിടുത്തെ റോഡൊക്കെ പൊട്ടിപ്പൊളിച്ചിട്ടിരിക്കുക കാവേരി വാട്ടർ കണക്ഷന് വേണ്ടിയിട്ട്.